നാടിനെ ഭീതിയിലാക്കിയ വയനാട് പുൽപ്പള്ളി അമരക്കുനിയിൽ വീണ്ടും കടുവ ആക്രമണം. ഇന്നലെ രാത്രി ഇവിടെ കടുവയുടെ ആക്രമണത്തിൽ ആട് ചത്തിരുന്നു. നാട്ടുകാരുടെ ഒന്നുകൊണ്ട് പ്രതികരണങ്ങൾ കാണാം. ഇന്നലെ രാത്രി 11 മണിയൊക്കെ ആയപ്പോഴാണ് സംഭവം ഉണ്ടായത്. മാൻ്റെ സൗണ്ട് ഇങ്ങനെ കേട്ടിട്ട് ഇറങ്ങിയതാ. അച്ഛനെയും അമ്മേനെയും വിളിച്ച് പുറത്തിറക്കി. ഇറങ്ങി കഴിഞ്ഞപ്പം ലൈറ്റ് ഇങ്ങനെ ഇട്ട് നോക്കിയപ്പം എന്തോ ക്രോസ് ചെയ്യുന്നതുണ്ട്. നോക്കുമ്പോൾ എനിക്ക് തോന്നിയത് കടുവ തന്നെയാണ്. അങ്ങനെ പേടിച്ച് അകത്ത് പെട്ടെന്ന് കയറി. ഒരു അരമണിക്കൂർ കഴിഞ്ഞ് പുറത്തിറങ്ങി നോക്കുമ്പോണ്ട് ആടില്ലായിരുന്നു. രാത്രി ആടിന് ഒരു 11 മണിക്ക് പിടിച്ചല്ലോ. ആ സാധനത്തിൽ പോഷകാരം നിരീക്ഷണത്തിൽ നിന്ന സാധനമല്ലേ. ഇപ്പൊ രാവിലെ ആടില്ല. അപ്പൊ അവരവിടെ പോയി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ അവിടെ പോയി. ഇവിടുത്തെ ആളുകൾക്ക് പ്രശ്നമല്ലേ. ഇന്നലെ തുടങ്ങിയല്ലോ ഇവരുടെ പരിപാടി. നോക്കാം, നിയമങ്ങളോട് മറ്റു കാര്യങ്ങൾ അന്വേഷിച്ച് നോക്കട്ടെ. കഴിഞ്ഞ ദിവസം നാരായണ പാപ്പച്ചൻചേട്ടൻ്റെ വീട്ടിലെ ആടിനെ പിടിച്ചതിൻ്റെ 1/2 കിലോമീറ്റർ അടുത്തുള്ള രതികുമാർ എന്ന് പറയുന്ന ആളുടെ ആടിനെ ഇന്നലെ രാത്രി 11 മണിയോടുകൂടി കടുവ പിടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കടുവയുടെ സാന്നിധ്യം ഇവിടെ നിലനിൽക്കുകയാണ്. എന്നാൽ ഇപ്പോൾ ആടിൻ്റെ ജഡം ആ സ്ഥലത്ത് നിന്ന് മാറിയിട്ടാണുള്ളത്. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി. സുർജിത്ത്, കൂട് സ്ഥാപിക്കുക എന്ന പതിവ് പ്രൊസീജിയർ ഇവിടെ ഉണ്ടാവില്ലേ? കൂട് സ്ഥാപിച്ചോ? കൂട് സ്ഥാപിക്കാനുള്ള നീക്കമാണ് വനംവകുപ്പ് നടത്തുന്നത്. ഇപ്പോൾ ഡോക്ടർ അജേഷ് മോഹൻദാസിന്റെ നേതൃത്വത്തിലുള്ള സംഘം ആ മേഖലയിൽ പരിശോധന നടത്തുകയാണ്. ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടായത്. 11:30 കൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. മാനിന്റെ ഒരു അസാധാരണ ശബ്ദം കേട്ട് വീട്ടുകാർ പുറത്തിറങ്ങി. ഇദ്ദേഹത്തിന്റെ, അതായത് രതികുമാറിന്റെ മകളാണ് പുറത്തിറങ്ങിയത്. മകളും ഭാര്യയുമാണ് പുറത്തിറങ്ങിയത്. അവർ നോക്കുമ്പോൾ ഒരു കടുവയെ പോലെ എന്തോ ഒരു ജീവി പോകുന്നത് കണ്ടു എന്ന് പറഞ്ഞു. ഉടൻ തന്നെ അവർ ലൈറ്റ് ഓഫാക്കി വീടിനകത്തേക്ക് മാറി. പിന്നീട് അരമണിക്കൂർ കഴിഞ്ഞ് വന്നു നോക്കുമ്പോഴാണ് ഈ കയറ് പൊട്ടിച്ച നിലയിലാണ്. ആട്ടിൻകൂട്ടിൽ ഒരാട് ഉണ്ടായിരുന്നില്ല, 2 ആടുകൾ ഉണ്ടായിരുന്നു. അതിൽ ഒരാടിനെ കാണാനില്ലായിരുന്നു. പിന്നീട് ഇന്ന് രാവിലെ നടത്തിയ തെരച്ചിലിലാണ് 50 മീറ്ററോളം അകലെയായി ആടിന്റെ ജഡം കണ്ടെത്തുന്നത്. ഇത് കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിൽ തന്നെ ഇങ്ങനെ കടുവയുടെ ആക്രമണത്തിൽ ഒരു ആടിനെ കൊന്നിരുന്നു. അതായത് ആ പ്രദേശവാസിയായിട്ടുള്ള പാപ്പച്ചൻ എന്ന് പറയുന്ന, ജോസഫ് എന്ന് വിളിക്കുന്ന ആളുടെ വീട്ടിലെ ആടിനെയാണ്, ജമുനാപ്യാരി ഇനത്തിലുള്ള ആടിനെയാണ് ഈ കടുവ കൊന്നിരിക്കുന്നത്. അവിടെ ആ മേഖലയിൽ കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഇവിടെ കൂട് സ്ഥാപിക്കണം ആവശ്യപ്പെട്ടുകൊണ്ട് റേഞ്ച് ഓഫീസിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു നാട്ടുകാർ. എന്തായാലും കൂട് സ്ഥാപിക്കാനുള്ള നടപടിയുമായി മുന്നോട്ട് പോവുകയാണ്. കൂടുതൽ നിരീക്ഷണ ക്യാമറ അടക്കം ഏർപ്പെടുത്താനുള്ള നീക്കമാണ് നടക്കുന്നത്. മേഖലയിൽ കടുവ ഇറങ്ങുന്നത് വലിയ രീതിയിലുള്ള ഭീതി സൃഷ്ടിച്ചിട്ടുണ്ട്. കാരണം ആ പ്രദേശം എന്ന് പറയുന്നത് തോട്ടങ്ങൾ നിറഞ്ഞ മേഖലയാണ്. ഒരു ഭാഗം വനമാണ്, അത് ജനവാസ മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ കടുവ ഇറങ്ങി ഈ വളർത്തുമൃഗങ്ങളെ കൊല്ലുന്നത് വലിയ രീതിയിലുള്ള ഭീതിക്ക് ഇടയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൂട് സ്ഥാപിക്കാനുള്ള നടപടിയിലേക്ക് വേഗത്തിൽ വനംവകുപ്പും കടന്നിരിക്കുന്നത്. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ നൽകുകയാണ്. അപ്പം ഈ വനമേഖലയിൽ അല്ലെങ്കിൽ വനത്തോട് ചേർന്ന മേഖലയിൽ മനുഷ്യൻ താമസിച്ച സ്ഥലങ്ങളിലേക്ക് ഈ പറഞ്ഞ ആനയും കാട്ടാനിറങ്ങി മനുഷ്യ ചവിട്ടിക്കൊല്ലൽ, പുലിയിറങ്ങൽ, കടുവയിറങ്ങൽ, മനുഷ്യൻ പ്രാണഭയത്തോടെ ജീവിക്കുന്ന അങ്ങേയറ്റം ദയനീയമായ സാഹചര്യത്തിന്റെ വാർത്തകൾ എന്താണ്, ഒരു വാർത്തയെ അല്ലാതാവുന്ന പശ്ചാത്തലത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. വനം വകുപ്പ് എന്ത് ചെയ്യുന്നു നാട്ടുകാർ ചോദിക്കുന്നുണ്ട് കേട്ടോ.